പ്രിയങ്ക ഗാന്ധി നമ്മെ അഭിസംബോധന ചെയ്യും. അതിനായി ക്ഷണിക്കുന്നു. Thank you. Nandi. You remind me of my daughter. നിങ്ങളെ കാണുമ്പോൾ എനിക്ക് എൻ്റെ മോളെ ഓർമ്മ വരികയാണ്. Your age. നിങ്ങളുടെ പ്രായത്തിലുള്ള മോളാണ്. My dearest sisters and brothers. എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, thank you very very much for being here today. ഇന്ന് ഇവിടെ വന്നതിന് നിങ്ങളോട് വളരെയധികം നന്ദി ഞാൻ പറയുന്നു. All my friends and colleagues of the UDF, thank you also for being present today. ഇവിടെ വന്നതിന് എൻ്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമായ ഐക്യജനാധിപത്യ മുന്നണിയിലെ എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. I owe you a great debt of gratitude. ഞാൻ നിങ്ങളോട് വളരെയധികം നന്ദിയുള്ള ആളാണ്. നിങ്ങളോട് വളരെയധികം കടപ്പാടുണ്ട് എനിക്ക്. Because 5 years ago, when my brother stood for election from Wayanad, he was facing immense difficulties. കാരണം 5 വർഷങ്ങൾ മുമ്പ് എൻ്റെ സഹോദരൻ വയനാട്ടിലെ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ അദ്ദേഹം വളരെയധികം ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന ഒരു സമയമായിരുന്നു. His reputation was being destroyed by a campaign run by the BJP and Sri Narendra Modi ji. ബിജെപിയുടെയും നരേന്ദ്രമോദിയുടെയും നേതൃത്വത്തിൽ നടന്ന ഒരു പ്രചരണത്തിന്റെ ഭാഗമായി എൻ്റെ സഹോദരന്റെ സത്കീർത്തി, അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ അത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ രാജ്യത്ത്. Through the media, through the social media, huge efforts, huge resources were put into this campaign so that people believed a lot of lies about my brother. കാരണം മാധ്യമങ്ങളിൽ കൂടെ, അതുപോലെ സമൂഹ മാധ്യമങ്ങളിൽ കൂടെ എൻ്റെ സഹോദരനെ പറ്റി പറഞ്ഞു പരത്തിയിരുന്ന നുണകൾ ആളുകൾ വിശ്വസിക്കുന്നതിന് വേണ്ടി ഒരു വലിയൊരു പ്രചരണം ഇവിടെ നടക്കുകയായിരുന്നു. Throughout the history of mankind, whoever has fought for what is right, whoever has fought for the truth, has faced an attack by the forces of deceit. നിങ്ങൾക്കറിയാമോ, മനുഷ്യരാശിയുടെ ചരിത്രം മുഴുവൻ പരിശോധിക്കുകയാണെങ്കിൽ ആരാണോ സത്യത്തിന് വേണ്ടി നിലകൊണ്ടിട്ടുള്ളത്, ആരാണോ ശരിക്ക് വേണ്ടി പോരാട്ടം നടത്തിയിട്ടുള്ളത്, അവര് അധാർമികമായ ശക്തികളിൽ നിന്നും ധാരാളം ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ട്. My debt of gratitude to you is that you recognize this man despite this whole campaign, despite everything that was being said to you. You recognize that my brother was fighting for you. He was fighting for India. He was fighting for the truth. And he was fighting for what was right. എൻ്റെ സഹോദരനെ പറ്റിയുള്ള ഇത്രയും കുപ്രചരണങ്ങൾ നടന്നിട്ടും നിങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു, എൻ്റെ സഹോദരൻ സത്യത്തിന് വേണ്ടിയാണ്, ഈ രാജ്യത്തിന് വേണ്ടിയാണ് പോരാടുന്നത്. അതാണ് എനിക്ക് നിങ്ങളോടുള്ള കടപ്പാടിന്റെ കടമെന്ന് പറയുന്നത്. So when the whole world turned their backs on him, you supported him. You gave him courage. You gave him love. You brought him into your homes. You welcomed him as family. And he got immense courage and strength from you. നിങ്ങൾക്കറിയാമോ, ഈ ലോകം മുഴുവൻ എൻ്റെ സഹോദരനെതിരെ പുറംതിരിഞ്ഞപ്പോൾ നിങ്ങൾ അദ്ദേഹത്തിന് സ്നേഹം നൽകി, നിങ്ങൾ അദ്ദേഹത്തിന് ധൈര്യം നൽകി, നിങ്ങൾ അദ്ദേഹത്തിന് കരുത്ത് നൽകി, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക്, നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് എൻ്റെ സഹോദരനെ നിങ്ങൾ സ്വാഗതം ചെയ്തു. That strength gave him the power to walk from Kanyakumari to Kashmir 4,000 kilometers and then again from Manipur to Mumbai in the name of peace, in the name of unity and in the name of equality and democracy. നിങ്ങൾക്കറിയുമോ, നിങ്ങൾ എൻ്റെ സഹോദരന് നൽകിയ കരുത്താണ് അദ്ദേഹത്തെ 4000 കിലോമീറ്റർ കശ്മീർ മുതൽ കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെയും, തുടർന്ന് മറ്റൊരു 4000 കിലോമീറ്റർ മണിപ്പൂരിൽ നിന്നും ബോംബെ വരെ ഈ രാജ്യത്തിലെ ഐക്യത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, തുല്യതയ്ക്ക് വേണ്ടി, ജനാധിപത്യത്തിന് വേണ്ടി നടക്കാനുള്ള ധൈര്യം അദ്ദേഹത്തിന് നൽകിയത് നിങ്ങൾ നൽകിയ ധൈര്യമാണ്. You are his strength. You are his courage. And like he calls me sister, he calls all of you sisters and brothers. He treats you like his own family. നിങ്ങൾക്കറിയുമോ, നിങ്ങളാണ്, ഈ നാട്ടിലെ ജനങ്ങളാണ് എൻ്റെ സഹോദരൻ്റെ ശക്തി. ഈ നാട്ടിലെ ജനങ്ങളായ നിങ്ങളാണ് എൻ്റെ സഹോദരൻ്റെ കരുത്ത്. എന്നെ അദ്ദേഹം എങ്ങനെ സഹോദരി എന്ന് വിളിക്കുന്നു, അതുപോലെ നിങ്ങളെ അദ്ദേഹം സഹോദരിമാരായി കാണുന്നു, നിങ്ങളെ അദ്ദേഹം സ്വന്തം കുടുംബമായി കാണുന്നു. And he has been fortunate to be your member of parliament until today.
ഇന്ന് വരെ നിങ്ങളുടെ ജനപ്രതിനിധിയായി ജീവിക്കാൻ, നിങ്ങളുടെ ജനപ്രതിനിധിയാകുവാൻ അദ്ദേഹത്തിന് ലഭിച്ചത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. You are the people of Wayanad. Throughout India's history, you have fought for what is right. Freedom fighters from Wayanad fought the British to give us a free country. നിങ്ങൾക്കറിയാമോ, വയനാട്ടിലെ ജനങ്ങൾ, ഈ രാജ്യത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം, വയനാട്ടിലെ ജനങ്ങൾ എന്താണോ ശരി അതിനു വേണ്ടി നിലകൊണ്ടിട്ടുള്ളതാണ്. വയനാട്ടിൽ നിന്നുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ നമുക്കൊരു സ്വതന്ത്ര ഇന്ത്യ ലഭിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാരോട് പോരാടിയവരാണ്. This land of yours is beautiful. നിങ്ങളുടെ ഈ ഭൂമി എന്ന് പറയുന്നത് വയനാട് മനോഹരമായ ഒരു ഭൂമിയാണ്. When I am traveling through it, I cannot help but keep looking at the forests, the beautiful trees, ഞാൻ ഇങ്ങനെ വയനാട്ടിലൂടെ യാത്ര the ചെയ്യുമ്പോൾ mountains. ഞാൻ ഈ മനോഹരമായ വനങ്ങൾ, ഈ മരങ്ങൾ, ഇതൊക്കെ നോക്കിയാണ് ഞാൻ ഇവിടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. But more than anything, what I see is the beauty of your spirit. അത് മാത്രമല്ല, ഈ പ്രകൃതി സൗന്ദര്യം കാണുന്നതിൽ ഏറ്റവും ഉപരിയായിട്ട് ഞാൻ കാണുന്നത് നിങ്ങളുടെ ചൈതന്യത്തിന്റെ മനോഹാരിതയാണ്. വയനാടിന്റെ ചൈതന്യത്തിന്റെ മനോഹാരിത. The genuine love with which you wait for me, you welcome me, you hug me, kiss me, and you treat me like one of your own. നിങ്ങൾ എത്രമാത്രം ആത്മാർത്ഥതയുള്ള സ്നേഹത്തോടു കൂടിയാണ് നിങ്ങൾ എന്നെ കാത്തു നിൽക്കുന്നത്, നിങ്ങൾ എന്നെ ആലിംഗനം ചെയ്യുന്നത്, നിങ്ങൾ എനിക്ക് ഉമ്മകൾ നൽകുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഒരു സ്വന്തം ഒരാളെ പോലെയാണ് എന്നെ നിങ്ങൾ കണക്കാക്കുന്നത്. It has only been maybe 1 week since I have been coming and going from here, but I already feel like I am your daughter, I am your sister. നിങ്ങൾക്കറിയോ, ഞാനിവിടെ വയനാട്ടിൽ വന്നു പോയിട്ട് ഏകദേശം ഒരാഴ്ചയോ ആയിട്ടുള്ളൂ. പക്ഷെ ഇപ്പോഴേ എനിക്ക് തോന്നുകയാണ് ഞാൻ നിങ്ങളുടെ മകളാണ്, ഞാൻ നിങ്ങളുടെ സഹോദരിയാണെന്ന് ഇപ്പൊ തന്നെ എനിക്ക് തോന്നുകയാണ്. But you know, there's one more thing I've noticed when I've been traveling around. What immense potential you have. അത് മാത്രമല്ല, ഞാൻ ഇവിടെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യങ്ങളുണ്ട്. എത്ര ആഴത്തിലുള്ള കഴിവാണ്, സാധ്യതകളാണ് വയനാടിനുള്ളതെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. I have met young people in colleges. I see you standing outside your schools waiting. When I meet you, young men and women with these bright faces, energy and strength, and I can see that you are educating yourselves for a strong future. ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ധാരാളം ചെറുപ്പക്കാരെ കണ്ടിട്ടുണ്ട്. നിങ്ങളെ പോലെയുള്ള ചെറുപ്പക്കാരെ കണ്ടിട്ടുണ്ട്. സ്കൂളിലെ കുട്ടികൾ, തിളങ്ങുന്ന മുഖമുള്ള വിദ്യാഭ്യാസം ചെയ്തിട്ടുള്ള കുട്ടികൾ. ഇവരെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങൾ ഒരു മികച്ച ഒരു ഭാവിക്ക് വേണ്ടി വിദ്യാഭ്യാസം ചെയ്യുന്നവരാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. I went to a soccer stadium. I saw boys who were playing such good soccer. It really made me proud. ഞാൻ ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ പോയപ്പോൾ അവിടെ അത്ര നന്നായിട്ട് ഫുട്ബോൾ കളിക്കുന്ന ആൺകുട്ടികളെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും അഭിമാനം തോന്നി. I see that in sports you have talent. ഞാൻ കാണുന്നുണ്ട് നിങ്ങൾക്ക് കായിക മേഖലയിൽ നിങ്ങൾക്ക് വളരെയധികം കഴിവുകളുണ്ട്. You have natural beauty which can be a source of great revenues if the tourism potential is maximized over here. നിങ്ങൾക്ക് ഇവിടെ മനോഹരമായ പ്രകൃതി സൗന്ദര്യമുണ്ട്. വയനാടിന്റെ വിനോദസഞ്ചാരത്തിന്റെ സാധ്യതകളെ വികസിപ്പിച്ചെടുത്താൽ നിങ്ങൾക്ക് ഒരുപാട് വരുമാനം അതിലൂടെ ഉണ്ടാവാൻ സാധിക്കും. I see the farms growing banana trees, growing coffee, growing areca, growing tea. അവിടെ നിങ്ങൾ തേയില കൃഷി നടത്തുന്ന, കാപ്പി കൃഷി നടത്തുന്ന, വാഴ കൃഷി നടത്തുന്ന, അതുപോലെയുള്ള അടയ്ക്ക കൃഷി നടത്തുന്ന ഒരുപാട് കൃഷിയിടങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ കാണുന്നുണ്ട്. And yet, along with all this, as I am traveling through here, I am beginning to understand what immense difficulties you are also facing. ഇതൊക്കെ ഉള്ളപ്പോൾ വയനാട്ടിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ ഉള്ളത് എന്നുകൂടി എനിക്ക് മനസ്സിലാവുന്നുണ്ട്. In the last 10 years, in Narendra Modi ji's government, there has been no focus on creating employment opportunities, in increasing educational institutions, in providing good health care that reaches out to all of you. കഴിഞ്ഞ 10 വർഷത്തെ നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ ഈ രാജ്യത്തെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള, മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സൗകര്യങ്ങൾ സൃഷ്ടിക്കാനുള്ള, മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രദ്ധാപരമായ ഒരു പ്രവർത്തനവും ഉണ്ടായിട്ടില്ല. Unemployment has never been higher than it is today. ഇന്നുള്ളതിനേക്കാൾ ഏറ്റവും കൂടുതൽ വലിയ തൊഴിലില്ലായ്മ നിരക്കാണ് നമ്മുടെ രാജ്യത്ത് ഇന്നുള്ളത്. In the poorest of homes, families are working day and night to educate their children, to have a better future for themselves. And yet,
fully educated youngsters cannot have the prospect of jobs and employment. ഏറ്റവും ദരിദ്രരായ കുടുംബങ്ങളെ തങ്ങളുടെ മക്കൾക്ക് മെച്ചപ്പെട്ട ഒരു ഭാവി ഉണ്ടാക്കാൻ വേണ്ടി കുടുംബാംഗങ്ങൾ കഷ്ടപ്പെട്ട് അവരെ പഠിപ്പിക്കുകയാണ്. പക്ഷെ അവർക്ക് ജോലി കിട്ടാനുള്ള ഒരു സാധ്യതയും ഭാവിയിൽ കാണുന്നില്ല. There's been no focus on strengthening the manufacturing units and manufacturing in this country. ഈ രാജ്യത്തെ ഉൽപാദന മേഖലയെ ശക്തിപ്പെടുത്താനുള്ള യാതൊരു ശ്രമവും ശ്രദ്ധയും ഉണ്ടായിട്ടില്ല. In fact, the only focus has been in strengthening Narendra Modi ji's businessmen friends, in taking all that actually belongs to the people of this country, whether it is the ports, whether it is the airports, whether it is contracts for roads, whether it is land that belongs to tribals, and handing it over to them. നമ്മുടെ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ ഒരേ ഒരു ശ്രദ്ധ എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ സുഹൃത്തുക്കളായ ആളുകൾക്ക് ഇവിടുത്തെ ഭൂമി, ഇവിടുത്തെ തുറമുഖങ്ങൾ, ഇവിടുത്തെ റോഡിലുള്ള കരാറുകൾ ഇതെല്ലാം കുറച്ച് ഒരു പിടി വ്യവസായികൾക്ക് നൽകുന്നതിൽ മാത്രമാണ് കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണത്തിന്റെ ശ്രദ്ധ. Because of these flawed policies and no focus on actually what is important to you, today you face price rise to an extent that even if every member of a family is earning, it's become difficult to make ends meet. ഇത്തരം പദ്ധതികളുടെ ഭാഗമായിട്ട്, ഇത്തരം നയങ്ങളുടെ ഭാഗമായിട്ട് ജനങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധയില്ലാത്തത് മൂലം നിങ്ങൾ ഇന്ന് ജീവിക്കുന്ന സാഹചര്യം എന്താണ്? ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ജോലി ചെയ്താലും വിലക്കയറ്റം മൂലം നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നിങ്ങൾ ഇന്ന് നേരിടുന്നത്. Jobs could have been created by strengthening the agricultural sector. Look at all the beautiful crops that you grow over here. നിങ്ങൾ മനോഹരമായി നിങ്ങൾ വളർത്തുന്ന വിളകൾ ശ്രദ്ധിക്കൂ. ധാരാളം നയപരിപാടികളിലൂടെ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്താനുള്ള നയങ്ങളിലൂടെ ഇവിടെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാമായിരുന്നു. There's a complete lack of support for you. നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് നിങ്ങൾക്കൊരു പിന്തുണ, ഒട്ടും തന്നെ പിന്തുണ നിങ്ങൾക്ക് ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്നില്ല. 16 lakh crores of rupees of loans have been waived for these big businessmen. But when your crops fail or become or are destroyed because of the continuous rains that you face over here, you do not get compensation. ഈ വലിയ അതിസമ്പന്നരായ വ്യവസായികളുടെ 16 ലക്ഷം കോടി രൂപയുടെ വായ്പയാണ് ഗവൺമെന്റ് എഴുതി തള്ളിയത്. പക്ഷെ മഴ മൂലം നിങ്ങൾക്ക് വിളനാശം സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് നഷ്ടപരിഹാരം തരാൻ ഇവിടെ പൈസ ഇല്ല. You pay annually for your insurance, but the compensation is never full. You never get it on time. നിങ്ങൾ ഇൻഷുറൻസിന് വേണ്ടി വർഷാവർഷം പൈസ കൊടുക്കുന്നു, പക്ഷേ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടപരിഹാരം സമയത്ത് കിട്ടുന്നില്ല. Loans are not waived for you when you have troubles. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ നിങ്ങളുടെ കടങ്ങൾ എഴുതി തള്ളുന്നില്ല. And when I talk about potential, think about how much could be done if there was a focus on food processing here in Wayanad. ഞാൻ വയനാടിന്റെ കഴിവിനെ പറ്റി, സാധ്യതകളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക, ഭക്ഷ്യ സംസ്കരണത്തിനുള്ള സംവിധാനങ്ങൾ വയനാട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് എത്രമാത്രം നന്നാകുമായിരുന്നു എന്ന്. On giving you the right price for your crops, on packaging it well, marketing it well so that it could reach every end of this earth. നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളെ നന്നായി പാക്ക് ചെയ്ത് അത് വിപണിയിൽ എത്തിക്കുകയായിരുന്നെങ്കിൽ, അത് ലോകം മുഴുവൻ എത്തിക്കുമായിരുന്നെങ്കിൽ അത് എത്ര നന്നാകുമായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. And your actual potential could be unlocked. നിങ്ങളുടെ can be unlocked. നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള എത്രമാത്രം കഴിവുണ്ട്, ആ കഴിവിന്റെയൊക്കെ പൂട്ട് തുറന്ന് വിടാൻ നമുക്ക് സാധിക്കും. Earlier jobs, when we talked about jobs and employment, we talked about the agricultural sector. We talked about subsidiaries and the PSUs, subsidiaries of PSUs and PSUs that provided jobs. നമ്മൾ നേരത്തെ തൊഴിലുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ കൃഷിയെ കുറിച്ച് പറഞ്ഞു, പൊതുമേഖലാ സ്ഥാപനങ്ങളെ കുറിച്ച് പറഞ്ഞു, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അനുബന്ധ സ്ഥാപനങ്ങളെ കുറിച്ച് പറഞ്ഞു. We talked about strengthening manufacturing on a large scale. നമ്മൾ വിപുലമായ രീതിയിൽ ഉൽപാദന മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ച് പറഞ്ഞു. Today all of this has been weakened. ഇതിനെ എല്ലാം ഇന്ന് ദുർബലപ്പെടുത്തിയിരിക്കുകയാണ്. Even programs like Manrega, which would provide jobs up to a certain extent, have been weakened. The funding has been reduced. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പോലെയുള്ള പദ്ധതികൾ, ഒരു പരിധിവരെ ജനങ്ങൾക്ക് തൊഴിൽ നൽകുന്ന പദ്ധതികൾക്കുള്ള സാമ്പത്തിക സഹായം കുറച്ച് അതിനെയും ദുർബലമാക്കിയിരിക്കുകയാണ്. They greatly benefited the tribal communities. കാരണം ഈ തൊഴിലുറപ്പ് പദ്ധതി ആദിവാസി സമൂഹങ്ങളെ വളരെയധികം സഹായിച്ചിരുന്ന ഒന്നാണ്. And especially all those around the country who were very, very poor. വളരെയധികം ദരിദ്രരായ ആളുകളെ സഹായിക്കുന്ന ഒരു പദ്ധതിയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. Instead, lands that belong to tribals across the country are being given
to these big businessmen by Narendra Modi ji. പക്ഷേ അതിന് പകരം എന്താ സംഭവിക്കുന്നത്? നരേന്ദ്രമോദി ആദിവാസികളുടെ ഭൂമി, ഈ രാജ്യം മുഴുവൻ ആദിവാസികളുടെ ഭൂമി എടുത്ത് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ അതിസമ്പന്നരായ ബിസിനസ്സുകാർക്ക്, വ്യവസായികൾക്ക് നൽകുകയാണ് ചെയ്യുന്നത്. Look at the difficulties these communities are facing here in Wayanad. വയനാട്ടിലെ ഈ സമൂഹങ്ങൾ, സമുദായങ്ങൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നേരിടുന്നതെന്ന് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. And massive loss of life and crops due to the man-animal conflict. മനുഷ്യ വന്യജീവി സംഘർഷം മൂലം ഇവിടെ വലിയ രീതിയിൽ വിളനാശം സംഭവിക്കുന്നു. അതുപോലെ മനുഷ്യ ജീവനുകൾ നഷ്ടപ്പെടുന്നു. These problems, these issues need resolution. ഈ പ്രശ്നങ്ങൾക്ക് കൃത്യമായ പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട്. Even recently, Pottuseri Thomas ji was killed by a tiger. ഈയിടെ പുതുശ്ശേരിയിലെ തോമസ് എന്ന് പറയുന്ന വ്യക്തിയെ ഒരു കടുവ അദ്ദേഹത്തെ കൊല്ലുകയുണ്ടായി. So these are big issues that you need to tackle in a way that everything, the environment is also preserved. There is protection for human beings, for your crop, for your land, and also for the forest. അത് മാത്രമല്ല, ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത്? പരിസ്ഥിതിയെ സംരക്ഷിക്കണം, നിങ്ങളുടെ വിളകളെ സംരക്ഷിക്കണം, അതുപോലെ മനുഷ്യ ജീവനെ സംരക്ഷിക്കണം. ഈ രീതിയിലാണ് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവേണ്ടത്. You know that my brother had fought hard for the medical college to be established in Mananthavady. നിങ്ങൾക്കറിയുമോ, എൻ്റെ സഹോദരൻ മാനന്തവാടിയിൽ ഒരു മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നതിന് വേണ്ടി എത്രമാത്രം കഠിനമായി പരിശ്രമിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? Unfortunately, because of politics, the wrong kind of politics, the kind of politics that ignores the needs of the people and focuses only on remaining in power. Even though he made all these efforts and some facilities began, but not at the moment there is a board that says medical college, and the actual full facilities that should be provided to you are still not provided. നിങ്ങൾക്കറിയാമോ, എൻ്റെ സഹോദരൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും അദ്ദേഹം ഒരുപാട് അതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടും ഒരു തരം തെറ്റായ രാഷ്ട്രീയം കാരണം, ജനങ്ങളുടെ യഥാർത്ഥ ആവശ്യങ്ങളെ അവഗണിക്കുന്ന രാഷ്ട്രീയം കാരണം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ഒരു ബോർഡും കുറച്ച് സൗകര്യങ്ങളും അല്ലാതെ യഥാർത്ഥ ഒരു മെഡിക്കൽ കോളേജിന് വേണ്ടുന്ന ഒരു സൗകര്യങ്ങളും അവിടെ ഇതുവരെ ഇല്ല. You need more hospitals with inpatient facilities, especially in Tondanad. നിങ്ങൾക്ക് തൊണ്ടനാട് പോലെയുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ ആശുപത്രികൾ ആവശ്യമുണ്ട്. പ്രത്യേകിച്ചും രോഗികളെ കിടത്തി ചികിത്സിക്കുന്ന സംവിധാനങ്ങളുള്ള ആശുപത്രികൾ ആവശ്യമുണ്ട്. My brother had started mobile vans for tribal areas for healthcare, to try to provide at least the primary healthcare. ആദിവാസി മേഖലകളിൽ പ്രാഥമിക ആരോഗ്യ പരിരക്ഷ നൽകുന്നതിന് വേണ്ടി എൻ്റെ സഹോദരൻ മൊബൈൽ വാനുകൾ ആരംഭിച്ചിട്ടുണ്ട്. But a lot more needs to be done, and we can get it done together by putting pressure on the state government and on the central government. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. നമുക്ക് ഒരുമിച്ച് കേന്ദ്ര ഗവൺമെന്റിലും സംസ്ഥാന ഗവൺമെന്റിലും സമ്മർദ്ദം ചെലുത്തി ഈ കാര്യങ്ങൾ വയനാടിന് വേണ്ടി ചെയ്യേണ്ടതുണ്ട്. To give you the facilities that are your right. ഈ ഗവൺമെന്റുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ അവകാശമായ സൗകര്യങ്ങളാണ് നൽകേണ്ടത്. I know that there is a long standing demand here for a regional passport office. എനിക്കറിയാം, കുറെ കാലമായിട്ട് ഇവിടെ ഒരു പ്രാദേശിക പാസ്പോർട്ട് ഓഫീസിന്റെ ആവശ്യം നിങ്ങൾക്കുണ്ടെന്ന് എനിക്കറിയാം. And for the renovation of your stadium. അതുപോലെ നിങ്ങളുടെ സ്റ്റേഡിയം പുതുക്കി പണിയാനുള്ള ഒരു ആവശ്യവും ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. The Nadapuram Vilangad road needs to be developed properly. അതുപോലെ തന്നെ നാദാപുരം വിലങ്ങാട് റോഡിൽ കൂടുതൽ വികസനം ഉണ്ടാവണമെന്നുള്ള ആവശ്യമുണ്ടെന്ന് അറിയാം. I know how difficult it must be for families whose children have to travel up to 25 kilometers to reach educational institutions. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കുട്ടികൾ 25 കിലോമീറ്റർ for higher studies. ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി 25 കിലോമീറ്റർ യാത്ര ചെയ്താണ് കുട്ടികൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോകേണ്ടി വരുന്നതെങ്കിൽ ആ കുടുംബങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്കറിയാം. There's so much that we can do. You have a deep history. Even for tourism, you have the historical legacy of William Logan's Malabar Manual, which was written here in Korom. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പം നമ്മൾ വിനോദസഞ്ചാരത്തെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് ആഴമുള്ള ഒരു ചരിത്രമുണ്ട്. ഉദാഹരണത്തിന് വില്യം ലോഗന്റെ മലബാർ മാനുവൽ എഴുതിയത് ഇവിടെയാണ്. So much can be done to develop tourism, to increase it, and to really maximize the potential of the beauty of this natural beauty of Wayanad. അത് മാത്രമല്ല, ഇവിടെ വയനാടിന്റെ ഈ പ്രകൃതി സൗന്ദര്യത്തിന്റെ ഏറ്റവും പരമാവധി നമ്മൾ സാധ്യതകൾ വിനോദസഞ്ചാരത്തിൽ വികസനം ഉണ്ടാക്കാനുള്ള ഒരുപാട് സാധ്യതകൾക്ക് വേണ്ടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. Just like people talk about Munnar and Ooty, they should be talking about Wayanad also.
ആളുകൾ ഊട്ടിയെ പറ്റി Munnar. മൂന്നാറിനെ ഊട്ടിയെ പറ്റി ആളുകൾ സംസാരിക്കുന്നത് പോലെ അവര് വയനാടിനെ പറ്റിയും ഇനി സംസാരിക്കണം. We see them in so many movies, the beautiful landscape, but look at your landscape, it's even more beautiful. വയനാട്ടിലെ ഇപ്പൊ മൂന്നാർ ഊട്ടിയൊക്കെ നിങ്ങൾ ഒരുപാട് സിനിമകളെ കാണുന്നുണ്ട്, മനോഹരമായ ഭൂപ്രകൃതി. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് നോക്കൂ, അതിനേക്കാൾ ഒക്കെ മനോഹരമായ ഒരു ഭൂപ്രകൃതി അല്ലേ ഇവിടെയുള്ളത്. So we need to show the world. We need to show the world and bring the world here. നിങ്ങള് വയനാടിന്റെ ഈ സൗന്ദര്യം ലോകത്തെ മുഴുവൻ കാണിക്കണം. ഈ ലോകത്തെ മുഴുവൻ നമുക്ക് വയനാട്ടിൽ കൊണ്ടുവരണം. And all these things can only be done if there's a strong partnership between you and the people who represent you. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങളും നിങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തികളും തമ്മിൽ ശക്തമായ ഒരു പങ്കാളിത്തം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. And that partnership has to be made up of love, of mutual respect and of understanding. ആ ആളുകൾ നിങ്ങളും നിങ്ങളെ പ്രതിനിധീകരിക്കുന്നവരും തമ്മിലുള്ള പങ്കാളിത്തം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ, ബഹുമാനത്തിന്റെ, വിശ്വസ്തതയുടെ അടിസ്ഥാനത്തിൽ, പരസ്പര ബഹുമാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാവണം. The politics on which our nation was built, the ideals, the values of our constitution should be the basis of all politics in this country. നമ്മുടെ രാജ്യത്തെ ഏത് മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണോ പടുത്തുയർത്തിയത്, നമ്മുടെ ഭരണഘടന പ്രതിനിധാനം ചെയ്യുന്ന അടിസ്ഥാന മൂല്യങ്ങൾ എന്താണോ അതായിരിക്കണം നമ്മുടെ രാഷ്ട്രീയത്തിന്റെയും അടിത്തറ എന്ന് പറയുന്നത്. And the most basic principle of that politics is that everybody you see standing here on this stage in front of you should have the deep and honest understanding that none of us would be standing here on this stage if it wasn't for you who put us here. അതിന്റെ ആ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും അടിത്തറ എന്ന് പറയുന്നത് ഈ വേദിയിൽ നിൽക്കുന്ന ഓരോ വ്യക്തിയും ഹൃദയത്തിന്റെ ആഴങ്ങളിൽ സത്യസന്ധതയോടുകൂടി മനസ്സിലാക്കണം, ഇവിടെ നിൽക്കുന്ന ജനങ്ങളില്ലായിരുന്നെങ്കിൽ, ഇവിടെ നിൽക്കുന്ന ജനങ്ങളുടെ പിന്തുണ ഇല്ലായിരുന്നെങ്കിൽ ആർക്കും ഈ വേദിയിൽ നിൽക്കാൻ സാധിക്കില്ല എന്നുള്ള സത്യം മനസ്സിലാക്കിയിരിക്കണം. The power to change your lives, to build your future, to direct the politics of this country lies in your hands, in your vote. Every single vote of yours is a symbol of that change, that future and that strength and power. നിങ്ങളുടെ ഭാവിയെ മാറ്റാനുള്ള, നിങ്ങളുടെ ജീവിതത്തെ മാറ്റാനുള്ള, ഈ രാജ്യത്തെ രാഷ്ട്രീയത്തിന്റെ ദിശ മാറ്റാനുള്ള കരുത്തെന്ന് പറയുന്നത്, ശക്തി എന്നുള്ളത് നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളുടെ വോട്ടിലാണ് നിങ്ങൾക്ക് ആ കരുത്തുള്ളത്. മാറ്റമുണ്ടാക്കാനുള്ള കരുത്ത് നിങ്ങളുടെ വോട്ടിലാണ്. I have the honor today of being the UDF candidate in this election. ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാകാനുള്ള ഒരു വലിയ ആദരവാണ് എന്നെനിക്ക് ലഭിച്ചിരിക്കുന്നത്. For me, every single one of you is a symbol of the responsibility I owe you. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരും എനിക്ക് നിങ്ങളോടുള്ള ഉത്തരവാദിത്വത്തിന്റെ അടയാളങ്ങളാണ്, പ്രതീകങ്ങളാണ്. Of my duty towards you. നിങ്ങളോടുള്ള എൻ്റെ കടമയുടെ പ്രതീകങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും. And of your expectation of me as your representative. നിങ്ങളുടെ പ്രതിനിധി എന്ന നിലയിൽ നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പ്രതീക്ഷിക്കുന്നുവോ അതിന്റെ അടയാളങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും. I am a mother. ഞാൻ ഒരു അമ്മയാണ്. And all my sisters here who are also mothers will understand what I say. When I say that once you are a mother, you know that your children are the greatest responsibility there is. കാരണം ഇവിടെയുള്ള എൻ്റെ ചെറുപ്പക്കാരായ അമ്മമാരായിട്ടുള്ള സഹോദരിമാർക്കും മനസ്സിലാക്കാൻ സാധിക്കും, ഒരിക്കൽ നിങ്ങൾ അമ്മയായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നിങ്ങളുടെ മക്കളാണ്. Once you are a mother, you cannot sleep if you are tired. ഒരിക്കൽ അമ്മയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ക്ഷീണിച്ചാലും നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ല. If your child is unwell, you will sit awake beside that child all night because you know that you are responsible for that child. ഇപ്പൊ നിങ്ങളുടെ കുഞ്ഞിന് സുഖമില്ലെങ്കിൽ നിങ്ങൾ എത്ര ക്ഷീണിച്ചാലും കുഞ്ഞിന്റെ അടുത്തിരിക്കും. കാരണം നിങ്ങൾക്കറിയാം ആ കുഞ്ഞിനെ നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് നിങ്ങൾക്കറിയാം. If your child is struggling in school, you will sit and you will learn what you don't know to teach that child so that he doesn't struggle. നമ്മുടെ കുഞ്ഞ് സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്കറിയില്ലായിരിക്കും കുഞ്ഞ് പഠിക്കുന്നത് എന്തൊക്കെയാണെന്ന്. പക്ഷെ നമ്മൾ പഠിച്ചിട്ട് നമ്മുടെ കുഞ്ഞിനെ പഠിപ്പിക്കും, കാരണം നമ്മുടെ കുഞ്ഞിന് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി. If your daughter cries, your heart cries. നിങ്ങളുടെ മോള് കരയുകയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയമാണ് കരയുന്നത്. As a mother, you understand a responsibility way beyond yourself. ഒരു അമ്മ എന്ന നിലയിൽ നിങ്ങൾക്കുപരിയായി, നിങ്ങൾക്ക്
ഒക്കെ മേളിലുള്ള ഒരു ഉത്തരവാദിത്തം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയും. You understand that your children are first. നിങ്ങൾക്ക് മനസ്സിലാകും ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളുടെ കുഞ്ഞുങ്ങളാണെന്ന്. And whatever it takes, no matter how difficult it is on some days, no matter what may be going through you may be going through in your life, you know that you have to be present for your children. You have to hold them. You have to teach them. And you have to make a strong future for them. എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും, നിങ്ങൾ എന്തൊക്കെ വ്യക്തിപരമായ ബുദ്ധിമുട്ടുകളിലൂടെ പോയാലും, നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളോട് ഒപ്പം നിൽക്കണം, കുട്ടികളെ ചേർത്ത് പിടിപ്പിക്കണം, അവരെ പഠിപ്പിക്കണം, അവർക്കൊരു മെച്ചപ്പെട്ട ഭാവി ഉണ്ടാക്കി കൊടുക്കണം എന്ന് അമ്മമാരായ നിങ്ങൾക്കറിയാം. And with this full understanding of what this responsibility as a mother means, I am saying to you that I feel that same sense of responsibility towards you. ഞാനൊന്ന് പറയട്ടെ, ഒരമ്മയ്ക്ക് മക്കളോടുള്ള ഉത്തരവാദിത്തം എന്താണെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടുകൂടി മനസ്സിലാക്കലോടുകൂടി ഞാൻ നിങ്ങളോട് പറയട്ടെ, അതേ ഉത്തരവാദിത്തമാണ് നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് തോന്നുന്നത്. I feel that it is my duty to come to you, as many of you as I can, to understand what your problems are, to fight for you, to help you build a stronger future for yourselves. If you support me, and if you choose me, and if you trust me, and you give me your love, for me, this is the greatest responsibility ever. എനിക്കറിയാം, നിങ്ങളോട് വന്ന് നിങ്ങളോട് സംസാരിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അത് പരിഹരിക്കാൻ ശ്രമിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കറിയാം. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ, നിങ്ങൾ എനിക്ക് നിങ്ങളുടെ സ്നേഹം നൽകുമ്പം എനിക്കറിയാം, നിങ്ങൾ നിങ്ങളുടെ ആദരം എനിക്ക് നൽകുമ്പം എനിക്കറിയാം, എനിക്ക് നിങ്ങളോടുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് അതെന്ന് എനിക്കറിയാം. I understand this very well, and I know one thing: I will not disappoint you. ഞാനിത് വളരെ കൃത്യമായി വളരെ നന്നായി മനസ്സിലാക്കുന്നു. ഞാൻ നിങ്ങളോട് ഒരേ ഒരു കാര്യം പറയാം, and I will not let you down. ഞാൻ ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയാം. So thank you very much for listening to everything I had to say, and for waiting for me despite it being raining today and the weather being a little bit bad. ഞാൻ പറയാനുള്ളതെല്ലാം നിങ്ങൾ കേട്ടതിന് നിങ്ങളോട് വളരെയധികം നന്ദി. മഴയായിട്ടും നിങ്ങൾ എന്നെ കാത്തു നിന്നതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. You have really deeply touched me with your love and affection, and I hope to be able to repay you for everything that you have given my family. നിങ്ങളുടെ സ്നേഹം കൊണ്ട്, ഇഷ്ടം കൊണ്ട് എൻ്റെ ഹൃദയത്തെ ആഴത്തിൽ സ്പർശിച്ചിട്ടുണ്ട്. നിങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകിയ സ്നേഹം തിരിച്ചു തരാൻ പറ്റും എന്ന് ഞാൻ കരുതുന്നു. നന്ദി. Thank you. Korom.